കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ചമ്രം പണിഞ്ഞിരിക്കുന്ന ഒരു പൊന്നുണ്ണി കാണാൻ. ചമ്രം പണിഞ്ഞിരിക്കുന്ന പൊന്നുണ്ണി കണ്ണൻ്റെ മുന്നിൽ അതാ ഒരു ഹാർമോണിയം വെച്ചിട്ടുണ്ട്. കണങ്ങനെ ചമ്രം പണിഞ്ഞിരിക്കുന്നുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. തൃപ്പാതൊന്നും കാണില്ല, ഹാർമോണിയപ്പെട്ടിട്ട് പിന്നിലായിട്ടാ. അപ്പോൾ ചമ്രം പണിഞ്ഞിരുന്ന കോണൊക്കെ കാണാം, കിങ്ങിണിയും കാണാം. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മണിമണി പോലത്തെ ഒരു മാല, പിന്നെ ഒരു പതക്കം കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലൊക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല മിടുക്കനൊരു ഉണ്ണി, നല്ല കൗതുക കാണാൻ. ആ ഇരിപ്പ് കാണാൻ തന്നെ നല്ല കൗതുക. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. എടുത്തൊക്കെ കൈകൊണ്ട് ഹാർമോണിയത്തിന് മുൻഭാഗത്ത് പിടിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. വലത്തെ കൈകൊണ്ട് സ്വരങ്ങൾ ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാട്ട് പാടാൻ തയ്യാറായി, പാട്ട് പാടിക്കൊണ്ടിരിക്കണവരുണ്ട് കാണാനായിട്ട്. ആ ശ്രീലകത്തിൽ അത് എന്തൊരു കൗതുകം അറിയോ, ഹാർമോണിയപ്പെട്ട് ഇങ്ങനെ അമർത്തിക്കൊണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. കണ്ടത് നല്ല നല്ല സന്തോഷവും, നല്ല രസമായിട്ട് ഹാർമോണിയം വീട്ടിൽ രാഗങ്ങൾ ഇങ്ങനെ ഇതാക്കിയിട്ട് നല്ല രസമായിട്ടായിരിക്കണവരുണ്ട് കാണാൻ. ഏത് രാഗത്തിലുള്ള കീർത്തനാണ് പാടുന്നതെന്ന് അറിയില്ല, അത്ര രസമായിട്ടാണ് ഇരിപ്പ് കണ്ടത്. നല്ല ആനന്ദത്തിലാണ്. കണ്ടാൽ നമുക്കും നല്ല ആനന്ദമാവും, അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കണത്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം, മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിയാണ്. എന്തൊരു ചിരിയാചിരിക്കണമെന്നാ വിചാരിച്ചാൽ നല്ല കൗതുകത്തിൽ ചിരിച്ചും കൊണ്ടാണ് ഹാർമോണിയം വായിക്കണത്. ഹാർമോണിയം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. പൊന്നിൻകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻകിരീടത്തിൻ്റെ മുകളിൽ 2 തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂവും തുളസിയായിട്ട്, അങ്ങനെ 2 തിരുമുടി മാലകൾ. കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ, ഒന്ന് താമര മാത്രമായിട്ട്, പിന്നെ താമര തുളസി തെച്ചിയായിട്ടുള്ളതൊന്ന്, പിന്നെ തെച്ചിപ്പൂവായിട്ടുള്ളതൊന്ന്. അങ്ങനെ 3 ഉണ്ടമാലകൾ കഴുത്തിലും ചാർത്തിയിട്ടുണ്ട്. അതുപോലെ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമരയും തുളസിയായിട്ടുള്ള ഒരെണ്ണം, പിന്നെ വെളുത്ത പൂകുമ തുളസിയായിട്ട് ഒരെണ്ണം, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ളൊരു 4 അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെ നടുവിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണ ആനന്ദ ഭൈരവിയാവുക. എന്തായാലും നല്ല രാഗത്തിലാണ് ഹാർമോണിയം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടാൽ നമുക്കും നല്ല ആനന്ദമാവും, സന്തോഷമാവും. അത്ര രസമായിട്ടായിരിക്കണത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ചാഞ്ചാടിയിടുന്ന നെഞ്ചിൽ പല പല രസവും പൂണ്ടു പുഞ്ചിരി പാൽ തഞ്ചും തെഞ്ചോരി വായ്ക്കൊണ്ടധിക മധുരമായി പ്രേമരോമാഞ്ചമോടെ വഞ്ചിച്ചും കൊണ്ടു ചന്ദ്രാവലിയുടെ ചെവിയിൽ ചെന്നു തഞ്ചത്തിലെന്തോ പഞ്ചാരക്കൊഞ്ചൽ മന്ത്രിച്ചൊരു ശിശു പിഞ്ചിനായി കെഞ്ചിടുന്നേൻ. ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ. ശ്രീലകത്ത് ആ പൊന്നുണ്ണിക്കണ്ണൻ വിസ്തരിച്ച് ഹാർമോണിയൊക്കെ വെച്ച് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. എന്തൊരു കൗതുകമല്ലേ കാണാൻ. അങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കുന്നത്. ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കുക, ആ പാട്ട് ഇങ്ങനെ ആസ്വദിക്കുക. ആ തിരുമുഖത്തെ ആനന്ദം കണ്ടല്ലേ, ആനന്ദത്തോട് കൂടിയിട്ടാണ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ആ തിരുമുഖം നോക്കി ഉറക്കാൻ നാമം ജപിക്കുക. ആ പുഞ്ചിരിയും ആ ഭാവമൊക്കെ നമ്മുടെ മനസ്സിന് എത്രത്തോളം സന്തോഷമല്ലേ. ആ സന്തോഷത്തോടു കൂടി നമുക്ക് ഉറക്കാൻ നാമം ജപിക്കാം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.